കർണാടകയുടെ ഹൃദയത്തിൽ ഒരു കൊടും കാടും കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയും കൈകോർത്ത് പ്രതാപത്തോടെ വാണിരുന്ന ഒരു കാലം. ആ സ്ഥലം വന്യജീവികളുടെയും പലതരം പക്ഷികളുടെയും സസ്യങ്ങളുടെയൊക്കെ സ്വർഗമായിരുന്നു. കടൂർ കുറുബ വംശത്തിലെ നേതാവായിരുന്ന കക്കൻ നായക ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്ന കാക്കനക്കോട്ടെ. ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം ഇന്ത്യയിൽ കെട്ടിപ്പടുത്തുന്ന കാലം. കാടുകൾ സർവേ ചെയ്യപ്പെട്ടു, നദികൾ മാപ്പ് ചെയ്യപ്പെട്ടു, കൃഷിക്കും വൈദ്യുതിക്കും വേണ്ടിയൊക്കെ വലിയ ഡാമുകൾ പണിയപ്പെട്ടു. ആ മാറ്റങ്ങൾ പിന്തുടർന്ന നമ്മൾ വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലെ HD കോട്ടയിലെ ബീച്ചനഹള്ളിയിലെത്തിയ കബനി നദിയിലും 1974 ഒരു ഡാം നിർമ്മിച്ചു. അതിന്റെ റിസർവോയറിന്റെ ഭാഗത്തുള്ള നിരവധി ഗ്രാമങ്ങളിലെ 7000-ഓളം വരുന്ന ആളുകൾ ജന്മസ്ഥലം ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കപ്പെട്ടു. കബനി നദിയിൽ ഉയർന്ന ആ ഡാമിനെ എല്ലാവരും കബനി ഡാം എന്ന് വിളിച്ചു. ഡാമിന്റെ വരവോടെ കബനി റിവർ കബനി റിസർവോയറായി. വെള്ളത്തിൽ മുങ്ങിയ കാടുകളും പരിസര പ്രദേശങ്ങളും ആനകളുടെയും കടുവകളുടെയും ഒക്കെ ഇഷ്ടസങ്കേതമായി. കാലക്രമേണ കാക്കൻ നായകിന്റെ പേരിൽ അറിയപ്പെട്ട കാക്കനക്കോട്ടയും അതിനടുത്തുള്ള സ്ഥലങ്ങളുമെല്ലാം കബനി എന്ന പേരിൽ പുറം ലോകത്തിന് സുപരിചിതമായി. വൈൽഡ് ലൈഫ് പ്രേമികളുടെ ഇഷ്ടസങ്കേതമായി കബനി മാറി. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ വിത്ത് CK വിനീത്. കാടും കാട്ടുമൃഗങ്ങളും ഒക്കെയുള്ള കബനിയുടെ നാടൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കബനി കാണുവാനായിട്ട് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ഞാനും CKയും വയനാട്ടിലെ മാനന്തവാടി വഴി കാട്ടിക്കുളത്തുകൂടി ബാവലി ചെക്ക് പോസ്റ്റിലെത്തി. അവിടുന്ന് പാസ് എടുത്തിട്ട് വേണം കയറി പോകാനായിട്ട്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ഈ വഴി കടത്തിവിടുകയുള്ളൂ. ഇവിടുന്ന് 46 കിലോമീറ്റർ ദൂരെയുള്ള ഹാൻഡ് പോസ്റ്റ് എന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുവാനായിട്ട് റൂം എടുത്തിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് സഫാരി സെന്ററിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇവിടുന്ന് 34 കിലോമീറ്റർ ദൂരെയുള്ള ദമ്മൻകട്ട എന്ന സ്ഥലത്താണ് നമ്മൾ എത്തേണ്ടത്. അവിടെയാണ് കേട്ടോ സഫാരി സെന്ററൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് റൂമൊക്കെ എടുത്ത് കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഹാൻഡ് പോസ്റ്റിൽ പോയത്. ഹാൻഡ് പോസ്റ്റും അതിനടുത്തുള്ള HD കോട്ടയും വലിയ ടൗണുകളാണ്. ഈ 2 സ്ഥലങ്ങളിൽ റൂം എടുത്താലും ഏകദേശം 1/2 മണിക്കൂറിനടുത്ത് ട്രാവൽ ചെയ്ത് നമുക്ക് സഫാരി സെന്ററിൽ എത്താൻ പറ്റും. നമ്മൾ പോകുന്ന ബാവലി ചെക്ക് പോസ്റ്റ് വഴി കൂടാതെ മാനന്തവാടിയിൽ നിന്ന് തോൽപ്പെട്ടി കുട്ട വഴി നമുക്ക് HD കോട്ട ഓർ ഹാൻഡ് പോസ്റ്റ് എത്താൻ പറ്റും. കുറച്ച് ചുറ്റി ഒരു 80 കിലോമീറ്റർ ഓടണം ആ വഴിയാണെങ്കിൽ. പക്ഷേ അതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയും യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ സൂക്ഷിക്കണം, അതും കാട് തന്നെയാണ്. ബാവലി കൂടിയുള്ള ഈ വഴി ഒരു പ്രത്യേക രസം തന്നെയാണ്. കാടും ഇടയ്ക്ക് ചെറിയ ട്രൈബൽ ഗ്രാമങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു വഴി. നാഷണൽ ഹൈവേ 33 നല്ലൊരു ഫോറസ്റ്റ് റൈഡിന് ശേഷം നമ്മൾ HD കോട്ട എത്തി. ഈ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. 2000-ന് താഴെ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ റൂം റെന്റ് കേട്ടോ. അതിനടുത്ത് 1-2 മലയാളി ഹോട്ടൽസും ഉണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ താഴെ ഉള്ളൂ ഹാൻഡ് പോസ്റ്റ് എന്ന ടൗണിലേക്ക്. അതായത് വയനാട്ടിൽ നിന്ന് ബാവലി വഴി മൈസൂർക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഹാൻഡ് പോസ്റ്റ്. ഇവിടുന്ന് 46 കിലോമീറ്റർ ഉള്ളൂ മൈസൂരിലേക്ക്. നമ്മൾ പോകുന്ന റോഡിന്റെ 2 സൈഡിലും കൃഷിപ്പാടങ്ങളാണ്. അതിൽ ചോളവും കോട്ടണും വാഴയൊക്കെ ഉണ്ട്. ചിലയിടങ്ങളിൽ ട്രാക്ടർ വെച്ചിട്ട് ഉഴുതുമറിക്കുന്നു, ചിലയിടങ്ങളിൽ പശുക്കൾ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ നിലം നന്നാക്കി എടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അവിടുന്ന് കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ഇവിടുത്തെ ഈ മാറ്റങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച കബനി ഡാം നമ്മൾ കാണുന്നത്. ചില ഷട്ടറുകളൊക്കെ ഭാഗികമായി തുറന്ന് അതിലൂടെ ജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. അതിന്റെ തീരങ്ങളിലായി മീൻപിടുത്തക്കാർ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. പിടിച്ച മീനുകൾ അവിടെ തന്നെ വെച്ച് വൃത്തിയാക്കി വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒന്നും മനസ്സിലായില്ല. അവിടുന്ന് വീണ്ടും മുന്നിലേക്ക് പോയി. കൃഷിയിടങ്ങളെ കാഴ്ചകളൊക്കെ ഡിഫറെന്റ് ആയി തുടങ്ങി. കൂട്ടത്തിൽ കന്നുകാലികളെ മേയ്ക്കാനൊക്കെ വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വിഷ്വൽസ് ഒക്കെ കണ്ണിന്റെ മുന്നിലൂടെ മാറി മറിഞ്ഞു. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് ദൂരെ കബനി നദിയുടെ പ്രസൻസും അതിനിപ്പുറത്ത് കാടിന്റെ പ്രസൻസും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. നോക്കത്താ ദൂരത്ത് ആ ഒരു കാഴ്ചകൾ എന്തായാലും നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനും പറ്റും. കൃഷിപ്പാടങ്ങളുടെ കാഴ്ചകളിൽ നിന്നൊക്കെ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ നമ്മളെത്തി. ചെറിയ ഒരു സാധാരണ ചായക്കട ഇവിടെ ഉണ്ടായി. എന്നാൽ ഒരു ചായ കുടിച്ചേക്കാന്ന് ഓർത്ത് അവിടെ ഇരുന്നു. നമ്മൾ പറയുന്ന മലയാളമൊക്കെ ഇവിടെയുള്ള ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. പക്ഷെ അവർക്ക് തിരിച്ച് നമ്മളോട് പറയാനായിട്ട് മലയാളം അറിയത്തില്ല. അപ്പോൾ കന്നഡയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഡാം പണിഞ്ഞപ്പം ഇവരെയൊക്കെ മാറ്റി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ജനിച്ച നാടും ആ ഒരു സംസ്കാരവും ആ ഒരു ചുറ്റുപാടും ഒക്കെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന ഇവരിലുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതിലെ കണ്ടൊരു ചെറിയ വഴിയിൽ കൂടെ കയറി മുന്നോട്ടേക്ക് പോയി. ഈ വഴി പോയാൽ കബനി റിസർവോയറിന് ഒരു തീരത്തെത്താൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. കുറച്ചു ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളൊരു സ്ഥലത്തെത്തി. അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം. ആ അമ്പലം സ്ഥിതി ചെയ്യുന്നതാണെങ്കിലോ നമ്മുടെ കബനി റിവറിന്റെ റിസർവോയറിലും. കാടും നദിയും അമ്പലവും മഴയൊക്കെ ആയിട്ട് ഫുൾ പോസിറ്റീവ് മൂഡ്.
ഞങ്ങൾ കുറച്ചുനേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചിട്ട് മഴ പെയ്തു തുടങ്ങിയപ്പോഴത്തേക്കിനും വണ്ടിയിൽ കയറി തിരിച്ച് റൂമിലേക്ക് യാത്ര തിരിച്ചു. യാത്രാക്ഷീണമൊക്കെ നല്ലപോലെ ഉറങ്ങി തീർത്തിട്ട് പിറ്റേന്ന് രാവിലെ 6 മണിക്കത്തെ സഫാരിക്കായിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെ എത്തിയിട്ട് സഫാരി ചെയ്യാതെ മറ്റൊന്നിനും ഒരു മൂഡ് തോന്നില്ല. സഫാരിക്കായിട്ടുള്ള ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ദമ്മൻകട്ടയിലുള്ള സഫാരി സെൻറ്ററിൽ എത്തണം, അതല്ലെങ്കിൽ ഓൺലൈനൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഹാൻഡ് പോസ്റ്റിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. അവിടെയാണ് സഫാരി, ഈ പറയുന്ന നമ്മളെ സഫാരി പോയിന്റ്. നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ച് വെക്കുമ്പോഴേക്കും ജീപ്പ് വരും. സഫാരിക്ക് പോകാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ ഓപ്പൺ ജീപ്പിൽ പോകാം, അതല്ലെങ്കിൽ ബസ്സും ഉണ്ട്. ബഡ്ജറ്റായിട്ടാണ് നോക്കുന്നതെങ്കിൽ ബസ്സായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ജീപ്പിന് പോകുന്നത് വേറെ തന്നെ ഒരു മൂഡാണ്. കാക്കനക്കോട്ടയിൽ നമ്മുടെ ഫസ്റ്റ് സഫാരിക്ക് നമ്മൾ പോവാണ്. നമ്മൾ താമസിച്ചിടത്തു നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് സഫാരി സെൻറ്റർ. അവിടെ നമ്മുടെ ജീപ്പിന് കയറാൻ പോവാണ് കേട്ടോ. 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കബനിയിലെത്തുന്നത്. അന്ന് കാട് കുറച്ച് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ടൈമായിരുന്നു. എന്നാൽ ഇത്തവണ നല്ല മഴയെത്തും. ചെക്ക് പോസ്റ്റൊക്കെ താണ്ടി ജീപ്പ് മുമ്പിലേക്ക് എടുത്തു. ഈ ഒരു ജീപ്പിൽ മാക്സിമം 9 പേർക്ക് വരെ ട്രാവൽ ചെയ്യാവേ. 2500 തൊട്ട് 3000 വരെയൊക്കെയാണ് ഒരാൾക്ക് വരുന്ന റേറ്റ്. അതും 3 മണിക്കൂറിൻ്റെ സഫാരിക്ക്. കാട്ടിലേക്ക് കയറിയപ്പോഴേ ആദ്യത്തെ ദർശനം നമ്മുടെ സ്ഥിരം പുള്ളിയായ പുള്ളിമാനുകളായിരുന്നു. പിന്നെ അന്ന് കണ്ട പോലെ അല്ലായിരുന്നു കബനി. മഴയൊക്കെ പെയ്ത് നല്ല പച്ച വിരിച്ച് റോഡിൽ നിറച്ച് ചള്ളയും വെള്ളമൊക്കെ ആയിട്ട് വേറൊരു മൂഡിലായിരുന്നു. നാഗർകോള ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് കാക്കനക്കോട്ടെ. ഇതുപോലെ നാനാച്ചി, മേറ്റുക്കുപ്പ എന്നൊക്കെ തുടങ്ങി നിരവധി റേഞ്ചസ് വേറെയുണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ കാട്ടുകോഴികളും മയിലുകളും, കൂട്ടത്തിൽ അവിടെയുള്ള വെള്ളക്കെട്ടുകളിൽ താറാവിനെയൊക്കെ കാണാം. പെർമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ മാത്രമേ ഇവർ നമ്മളെ കൊണ്ടുപോയുള്ളൂ. ചില ഏരിയാസിൽ ഇവർ ജീപ്പ് കുറച്ചു നേരം നിർത്തിയിടും. ആനുവൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഏരിയാസ് ആവും അത്. പഗ്മാർക്ക് ടൈഗറിന്റെ കടുവ ഇതിലെ പോയി എന്നുള്ള ഒരു ആശ്വാസത്തിൽ നമുക്ക് പോവാം. കടുവയും പുലിയൊക്കെ കാണാം എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരുടെയും മുഖത്ത്. അതുവരെ നമുക്ക് മാനുകളെയും മയിലുകളെയും കഴുകന്മാരെയൊക്കെയാണ് കാണാൻ സാധിച്ചത്. ആ കൂട്ടത്തിൽ ഉണങ്ങിയ മരത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു മയിലിന്റെ കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് കാട്ടി എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ വൈൽഡ് ഗോറിനെയായിരുന്നു. അത് ഫീമെയിൽ വർഗത്തിൽപ്പെട്ടവയായതുകൊണ്ട് ഇത്തിരി വലിപ്പം കുറവായിരുന്നു. അവിടുന്ന് കൂടുതൽ മുന്നിലേക്ക് പോയപ്പോൾ വീണ്ടും കുറേ മയിലുകളും മാനുകളും കൂട്ടത്തിലൊരു കേഴമാനുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടു നിന്നപ്പോഴാണ് പുതിയ ഒരാൾ രംഗപ്രവേശനം ചെയ്തത്. ഒരു കരടിയായിരുന്നു. കാട്ടിൽ ഏറ്റവും പേടിക്കേണ്ടത് ഇവനെയാണെന്നാണ് പറയാറ്. കരടിയെ കണ്ടു കിട്ടുക എന്നുള്ളത് ഈ ഒരു ഫോറസ്റ്റിൽ വളരെ റെയറായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് നമ്മുടെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത്. കടുവയെ കണ്ടില്ലെങ്കിലും കരടിയെ കണ്ടു എന്നുള്ളൊരു ആശ്വാസത്തോടെ ഫസ്റ്റ് സഫാരിക്ക് ശേഷം നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഒന്ന് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് വണ്ടി എടുത്ത് ഒരു റൗണ്ട് ഡ്രൈവിന് വേണ്ടി പുറത്തിറങ്ങി. കബനിയുടെ കാടിന് പുറത്തുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ്. കുറച്ചങ്ങ് മാറുമ്പോൾ തന്നെ ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മളെത്തും. ഗ്രാമവും കൃഷിയിടങ്ങളും ഒക്കെ ആണെങ്കിലും കാടിൻ്റെ ഒരു ചൂര് അവിടെയൊക്കെ ഉണ്ട്. അവിടെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കാടും വന്യമൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ആളുകൾ എത്ര യോജിച്ചാണ് പോകുന്നതെന്നുള്ളതാണ്. ഗ്രാമത്തിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി അടുത്ത സഫാരിക്കായിട്ട് പോയി. ഇതൊരു ഡിഫറെൻറ്റ് റൂട്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ നല്ല ഉശിരുള്ള ഒരൊറ്റക്കമ്പനെ മുന്നിൽ കണ്ടു. നല്ല നീണ്ട കൊമ്പുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല അഴകുള്ള ഒരൊറ്റക്കൊമ്പൻ. കൂട്ടത്തിൽ കമ്പനിക്ക് നിറയെ മയിലുകളും ഉണ്ടായി. മഴയൊന്ന് കുറച്ച് അടങ്ങിയ സമയമായതുകൊണ്ട് ചെറിയ വെയിലുണ്ടായിരുന്നു. പച്ച വിരിച്ച് കിടക്കുന്ന കാട്ടിൽ സൂര്യപ്രകാശം കൂടെ അടിക്കുമ്പം പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. പിന്നെ കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ കാട്ടുപന്നിയും മലയെണ്ണാനും ഒക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കണ്ടത് എന്തൊക്കെയോ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്ന ലങ്കൂറുകളെയാണ്.
കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്നവരും സ്നേഹം പങ്കുവെക്കുന്നവരൊക്കെ ഉണ്ടായി. സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല, പോയേക്കാം. അതിനടുത്തുള്ളൊരു ജലാശയത്തിലെത്തിയപ്പം വീണ്ടും ഒരു കേഴമാനെ കണ്ടു. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ പോകുന്ന ഒരു പാമ്പിനെയും. അവിടെയുള്ളൊരു മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഏതോ ഒരു പക്ഷിയുടെ കാലുമായിട്ട് വന്നിരുന്ന് കൊത്തി തിന്നുന്ന ക്രസ്റ്റഡ് ഹോക്ക് ഈഗിളിനെയും കണ്ടു. ആളുടെ ഇടത്തെ കണ്ണിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അടിയും വഴക്കം ഉണ്ടായപ്പോൾ പറ്റിയതായിരിക്കാം. കടുവയെ കാണാമെന്ന പ്രതീക്ഷയോടെ വീണ്ടും മുന്നേക്ക് പോയി. കടുവയെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. ആമയും മൈനയൊക്കെ മാത്രമാണ് അവിടുന്ന് കണ്ടത്. കടുവയെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീണ്ടും മുന്നോട്ട് പോയപ്പം വീണ്ടും ഒരു ആനയെ കണ്ടു. നേരത്തെ നമ്മൾ കണ്ടത് കൊമ്പനാണെങ്കിൽ ഇത് പിടിയാനയായിരുന്നു. മൈന വന്ന് പുറത്തിരിക്കുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ ആള് നല്ല ഫുഡടിയായിരുന്നു. സൺസെറ്റിന് തൊട്ടു മുമ്പുള്ള ലൈറ്റും കൂടെ ആയപ്പോഴത്തേക്കിനും ആ സീൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുവാൻ. കുറച്ചു നേരം കൂടെ കണ്ടു നിന്നിട്ട് യാത്ര തുടങ്ങി. കടുവയെ കാണാതെയുള്ള സഫാരി അത്ര സുഖകരമല്ല എന്നാണ് CK പറഞ്ഞത്. അവരൊക്കെ ഇവിടെ എപ്പോൾ വന്നാലും കടുവയെ കിട്ടാറുണ്ടെന്ന് കൂടി പറഞ്ഞപ്പോൾ എൻ്റെ കാട്ടുഭാഗ്യത്തെപ്പറ്റി ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചു. മൃഗങ്ങളെയൊന്നും അധികം കാണാൻ പറ്റിയില്ലെങ്കിലും ഈ കാടിലൂടെയുള്ള യാത്ര വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ജീപ്പിൽ പോകുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 സൈഡിലേക്കുള്ള ഒരു വിസിബിലിറ്റി കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇത് വലിയ കാടാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, ക്വാർട്ടേഴ്സും ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സഫാരിക്കിടയ്ക്ക് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കബനിയിലെ ഇത്തവണത്തെ ലാസ്റ്റ് ദിവസം ഒരു സഫാരി കൂടി എടുക്കുവാനായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ നമ്മളറിയാതെ തന്നെ സെറ്റാവും. വേറൊന്നുമില്ല, കടുവ എന്ന ബിഗ് ക്യാറ്റിനെ കാണാൻ പറ്റുമായിരിക്കുമെന്ന്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ ഫുൾ ടൈം ഒരു മുൾമുനയിൽ നിർത്തുന്നത്. രാവിലെ തന്നെ പുള്ളിമാനുകളെ കണി കണ്ടിട്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. തൊട്ടടുത്ത് തന്നെ ഒരു ആനയെ കണ്ടു. കൊമ്പനാണ്. ഇന്നലെ കണ്ടതുപോലെ തന്നെ ഇവൻ്റെ മുകളിലും ഒരു മൈനയുണ്ട്. ഇവർ തമ്മിലുള്ള കണക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. കുറച്ചുനേരം അവിടെ നിന്ന് ആശാൻ്റെ കസരത്തൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് പോയി. അവിടെ വീണ്ടും ഒരു ആനക്കൂട്ടത്തെ കണ്ടു. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട മൈനയും കൊക്കുമല്ല. പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഗൈഡ് കടുവയുടെ കാൽപാദങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ ആശാൻ ഇതുവരെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരുടെ നെഗറ്റീവ് മുഖം കാണുമ്പോൾ പ്രതീക്ഷകൾക്ക് ചെറിയ മങ്ങലേറ്റിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതിലും വലിയ കാട്ടിയും കുറേ മയിലുകളെയൊക്കെ കണ്ട് മുന്നിലേക്ക് പോയി. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന കാട്ടുപട്ടികൾ അല്ലെങ്കിൽ ഡോളിനെ നമ്മൾ കണ്ടത്. 2 എണ്ണം ഉണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് നമ്മുടെ നാട്ടുപട്ടികളുടെ അത്രയും ഉള്ളെങ്കിലും ആള് നിസ്സാരക്കാരനല്ല. കൂട്ടമായിട്ട് വന്ന് ആക്രമിക്കുകയും ഇരയെ ജീവനോടെ തന്നെ ഭക്ഷിക്കുകയും ചെയ്യുന്ന ടീംസാണിത്. അങ്ങനെ നമ്മുടെ സവാരിയുടെ സമയം ഏകദേശം കഴിയാറായി. പ്രതീക്ഷ കുറച്ചൊന്ന് പാളിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കാട്ടുകളെ കൂട്ടമായിട്ട് കണ്ടു. കൂട്ടത്തിൽ പുലിയുടെ കാൽപ്പാടും. എന്നിരുന്നാലും ഇപ്രാവശ്യത്തെ കബനി ട്രിപ്പ് കടുവയെ കണ്ടില്ലെങ്കിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാടിന് പുറത്തുള്ള കബനിയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചു. ഒന്നിൽ പിടിച്ചാൽ 3 എന്നാണല്ലോ, ഇനിയും വരും.